ചെമ്പനീർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മുടെ ചെമ്പനീർപ്പൂവിൽ വരാൻ പോകുന്നത് ദേവും അരുണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സച്ചി അറിയുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദേവുവിന് ഒരാളെ ഇഷ്ടമുള്ള കാര്യം രേവതിക്ക് അറിയാലോ. രേവതി ആണെങ്കിലോ ദേവുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴാണ് നിൻ്റെ ആളെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്? പേരെന്താണെന്നോ ആളാരാണെന്നോ ഒന്നും നീ പറഞ്ഞിട്ടില്ല, ഒന്ന് കാണിച്ച് താ ദേവു എന്നൊക്കെ രേവതി നിർബന്ധിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, രേവതി ചേച്ചി ഒരു കാര്യം ചെയ്യാം, അമ്മയില്ലാത്തൊരു ദിവസം ഞാൻ എൻ്റെ ആളെ അമ്പലത്തിലോട്ട് വിളിച്ചു വരുത്താം, അപ്പോൾ രേവതി ചേച്ചി വരണം. പിന്നെ സച്ചിയേട്ടനോട് എനിക്ക് ഈ വിവരം പറയണം എന്നുണ്ട്, പക്ഷെ ഒരു പേടിയെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എൻ്റെ ദേവു നീ എന്തിനെ പേടിക്കുന്നേ? സച്ചിയേട്ടനോട് ഞാൻ ഈ വിവരം എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, സച്ചിയേട്ടന് ഒരു കുഴപ്പമില്ല, ഞാൻ വരുമ്പോൾ സച്ചിയേട്ടനെ കൂട്ടിയേ വരുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ചേച്ചി കൊള്ളാലോ, ഞാൻ സച്ചേട്ടനോട് പറയരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ സച്ചേട്ടനിൽ നിന്നും ഒന്നും മറച്ചു വെക്കാറില്ല ദേവു. ആദ്യം ഇതറിഞ്ഞപ്പോൾ സച്ചേട്ടനെ ഒരു ഷോക്കായിരുന്നു, പക്ഷെ പിന്നെ ഓക്കെ ആയി, നിന്റെ ഇഷ്ടമല്ലേടി ഞങ്ങളുടെ ഇഷ്ടം എന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും ദേവുവിന് സന്തോഷമാവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പറ്റിയൊരു സന്ദർഭം ദേവുവിന് വന്നു ചേരുവാണ്. ദേവുവിൻ്റെ അമ്മ ദേവുവിനോട് പറയുന്നുണ്ട്, നാളെ രാവിലെ ഒന്ന് പൂക്കടയിൽ നീ ഇരിക്കണം മോളെ, എനിക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറയുമ്പോഴേക്കും ദേവുവിന് സന്തോഷമാവുകയാണ്. ദേവു ആ വിവരം അപ്പം തന്നെ അരുണിനെ വിളിച്ച് പറയുന്നുണ്ട്, അരുണേട്ടാ കുറേ നാളായില്ലേ എൻ്റെ ചേച്ചീനെയും ചേട്ടനെയൊക്കെ കാണണം എന്ന് പറയുന്നത്, നാളെ രാവിലെ അമ്പലത്തിലോട്ട് വാ, ഞാൻ അവരെ വിളിച്ച് വരുത്താമെന്ന് പറയുമ്പോഴേക്കും അരുണ ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം ദേവുവിന് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നാണല്ലോ അരുണിൻ്റെ ആഗ്രഹം. അപ്പോൾ ദേവുവിൻ്റെ വീട്ടുകാരെ കാണുന്ന സന്തോഷത്തിലാണ് അരുണ്. ഈ വിവരം ദേവു രേവതിനെയും വിളിച്ചു പറയുന്നുണ്ട്, ചേച്ചി നാളെ രാവിലെ അമ്മ ഉണ്ടാവില്ല പൂക്കടയിൽ, അപ്പോൾ അരുണേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, രേവതി ചേച്ചിയും സച്ചിയേട്ടനെയും കൂട്ടി എളുപ്പം അമ്പലത്തിലോട്ട് രാവിലെ തന്നെ എത്തിച്ചേരണം എന്ന് പറയുവാണ്. രേവതിക്ക് അപ്പോൾ ഭയങ്കര സന്തോഷമാവേ, കാരണം തന്നെ അനിയത്തിയുടെ ചെക്കനെ കാണാൻ പോവാണല്ലോ. രേവതി ഈ സന്തോഷം സച്ചിനോടും പറയുന്നുണ്ട്. വരാമെന്ന് പറഞ്ഞിട്ട് ദേവുവിനോട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. സച്ചിനോട് പറയുമ്പോഴേക്കും സച്ചിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. രാവിലെ തന്നെ നമ്മുടെ അരുണ് നല്ല കുളിച്ച് സുന്ദര കുട്ടനായിട്ട് നല്ല പുതിയ ഷർട്ടൊക്കെ ഇട്ട് അമ്പലത്തിലോട്ട് വരുവാണ്. അരുണിനെ കാണുന്നതും ദേവു ഞെട്ടുവാണ്, ദേവുവിനെ കാണുന്നതും അരുണും ഞെട്ടുവാണ്. കാരണം ദേവു നല്ല സാരിയൊക്കെ എടുത്ത് സുന്ദരി കുട്ടിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ദേവു ചോദിക്കുന്നുണ്ട്, ഇതാര് ഈ കർക്കശക്കാരനായ പോലീസുകാരനെ ഇങ്ങനെ വരാനൊക്കെ അറിയാലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, പിന്നെ നിന്റെ വീട്ടുകാരെ ഞാൻ ആദ്യമായിട്ട് കാണാൻ വരുമല്ലേ, അവർക്ക് എന്നെ ഇഷ്ടപ്പെടണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വേഷം ഇട്ടെന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്താ സാരി എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, അത് പിന്നെ നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുമല്ലേ, അതും അമ്പലത്തിൽ വെച്ച്, അതുകൊണ്ട് സാരി ഉടുക്കാൻ ഓർത്തോന്ന് ദേവുവും പറയുന്നുണ്ട്. അരുണ് ഭയങ്കര ടെൻഷനുണ്ട്. അരുൺ ചോദിക്കുന്നുണ്ട്, നിന്റെ വീട്ടുകാർക്കൊക്കെ എന്നെ ഇഷ്ടമാവുമെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, അരുണേട്ടനെ ആർക്കാ ഇഷ്ടാവാത്തേ, അരുണേട്ടനെ എന്തായാലും എൻ്റെ ചേച്ചിക്കും ചേട്ടനും ഇഷ്ടാവും, എൻ്റെ ചേട്ടനുണ്ടല്ലോ ഭയങ്കര സംസാരക്കാരന്, സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തത്തേയില്ല, അവരെയും അരുണേട്ടന് ഇഷ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് ദേവു. അങ്ങനെ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ്. അവരുടെ ഭാവി ജീവിതത്തെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ. സച്ചിക്കും രേവതിക്കും അതിൻ്റെ അപ്പുറത്തെ ടെൻഷനാണ്. കാരണം ആദ്യമായിട്ട് ദേവുവിൻ്റെ ചെക്കനെ കാണാൻ പോവുകയാണല്ലോ. അപ്പോൾ ഇവരിങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ സച്ചി പറയുന്നുണ്ട്, രേവതി നമ്മൾ വെറും കൈയോടെ പോകുന്നത് ശരിയല്ല, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ടും പോവാം, നീ അവളെ വിളിച്ചിട്ട് അവളുടെ ചെക്കൻ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ പറയുന്നുണ്ട് സച്ചി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊക്കെ വേണോ സച്ചി ഏട്ടാ? അപ്പോൾ സച്ചി പറയും, അതൊക്കെ വേണം, അവൻ ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് മേടിക്കാമെന്ന് പറയുവാണ്. അങ്ങനെ ദേവുവിനെ വിളിച്ച് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, എൻ്റെ രേവതി ചേച്ചി എന്തിനാ ഇതൊക്കെ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മാത്രം മതി, അത് തന്നെ സന്തോഷം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ട സമ്മതിക്കുന്നില്ല ദേവു, നീ ഒന്ന് ചോദിച്ചിട്ട് പറയാന്ന് പറയുമ്പോഴേക്കും അരുൺ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ പറയുന്നുണ്ട്. സച്ചി ആണെങ്കിലോ അതൊക്കെ വാരിക്കോരി മേടിക്കുവാണ് കേട്ടോ. അത്രയ്ക്ക് സന്തോഷമാണ് സച്ചിക്ക് ദേവുവിൻ്റെ കല്യാണം നടക്കാൻ പോകുന്നതിലുള്ള. അങ്ങനെ അത് മേടിച്ചു കഴിയുമ്പോഴേക്കും സച്ചി പറയും, നല്ല കാര്യം സംസാരിക്കാൻ പോലെ കുറച്ച് മധുരം കൂടി മേടിക്കാം എന്ന് പറഞ്ഞ് പിന്നെ അടുത്തതൊരു സ്വീറ്റ്സ് കടയിൽ കയറിയിട്ട് കുറേ സ്വീറ്റ്സും വാരി കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി മേടിച്ച് സച്ചിയും രേവതിയും കൂടി കാറിൽ ഇങ്ങനെ അമ്പലത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. സച്ചിക്ക് ടെൻഷനും ഉണ്ട്. സച്ചി രേവതിനോട് ചോദിക്കുന്നുണ്ട്, രേവതി ദേവുവിൻ്റെ ചെക്കന് നമ്മളെ ഇഷ്ടമായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതെന്താ സച്ചിയേട്ടാ അങ്ങനെ ചോദിക്കുന്നേ? അല്ല, ദേവു കണ്ടുപിടിച്ചിരിക്കുന്നത് ഏതായാലും നല്ല പഠിപ്പും ജോലിയൊക്കെ ഉള്ളൊരു ചെക്കനെ ആയിരിക്കും, അപ്പോൾ പിന്നെ അവർക്കൊക്കെ കാർ ഡ്രൈവറായ എന്നെ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. സച്ചി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്കാണെങ്കിൽ പഠിപ്പുമില്ലല്ലോ രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ പഠിപ്പ് നോക്കിയാണ് ഒരാളെ ഇഷ്ടപ്പെടുന്നത്, സച്ചിയേട്ടനൊരു നല്ല മനുഷ്യനാണ്, സച്ചിയേട്ടൻ്റെ ഉള്ളിലെ നന്മ അയാളെ തിരിച്ചറിയും, സച്ചിയേട്ടന് ആർക്കാ ഇഷ്ടമാവാത്തേ, ദേവുവിൻ്റെ പയ്യനും ഇഷ്ടമാവും എന്നൊക്കെ
പറഞ്ഞ് രേവതി സന്തോഷിപ്പിക്കുന്നുണ്ട് സച്ചിയെ. അങ്ങനെ ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് സച്ചിയും രേവതിയും അമ്പലത്തിലോട്ട് എത്തുവാണ്. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവർ അമ്പലത്തിലോട്ട് കയറുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അയ്യോ സച്ചിയേട്ടാ, ഞാൻ പൂ മേടിക്കാൻ വേണ്ടി മറന്നു, അവൾക്ക് കുറച്ച് പൂ മേടിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ സച്ചി പറയുവേ, എന്താ രേവതി ഇത്, വീട്ടിലൊരു പൂ കട തന്നെ വെച്ചിട്ട് നീ പൂ മേടിക്കാൻ വേറെ കടയിൽ പോകണമെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, എന്താ സച്ചിയേട്ടാ, ഞാൻ മറന്നുപോയി, ദേ ഇവിടെ അടുത്തൊരു പൂക്കടയുണ്ട്, ഞാൻ പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി പോവാണ്. സച്ചിനോട് അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറി പോകാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സച്ചി അമ്പലത്തിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ നിൽക്കുന്ന ടൈമിലാണ് നമ്മുടെ അരുൺ ഒരു കോള് വരുന്നത്. അരുൺ ദേവുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഇവർ രണ്ടുപേരും സച്ചിനെ കാണുന്നില്ലേ. അപ്പോൾ അരുണിനെ കോള് വരുമ്പോഴേക്കും അരുൺ മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്, 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ദേവുവിനോട്. അപ്പോൾ ഫോൺ സംസാരിച്ചിങ്ങനെ കോള് കട്ട് ചെയ്യുന്നതും സച്ചി പ്രാർത്ഥിച്ച് തിരിയുന്നതും ഒന്നിച്ചാണ്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുവാണ്. രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല, ദേഷ്യത്തിൽ ഇങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുവാണ്. സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഷോ ഒരു നല്ല കാര്യം സംസാരിക്കാൻ വന്നപ്പോഴേക്കും ഇവനെയാണല്ലോ കാണേണ്ടി വന്നത്, കഷ്ടം തന്നെ, ആ രേവതി ഇങ്ങോട്ടേക്ക് പറ്റിയെന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. നമ്മുടെ അരുണിൻ്റെ മുഖത്തെ സന്തോഷം അതേപടി പോവാണ് സച്ചിനെ കാണുമ്പോഴേക്കും. അരുണും അവിടെ നിന്ന് ദേഷ്യത്തിൽ ദേവുവിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ദേവു ചോദിക്കും, എന്താ അരുണേട്ടാ, മുഖത്ത് എന്തു പറ്റി, വല്ലാത്തൊരു ടെൻഷൻ പോലെ, എന്തു പറ്റി, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ടേ, അവൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ ദേവു ചോദിക്കും, ആര്, ആ റൗഡി, ഞാൻ പറയാറില്ലേ എന്നിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ആ റൗഡി, അവൻ ഇവിടെ ഉണ്ട്, എൻ്റെ മൂഡ് മൊത്തം പോയി എന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, അരുണേട്ടാ അമ്പലമാവുമ്പോൾ അങ്ങനെ പലരും വരും, അരുണേട്ടൻ മൈൻഡ് ചെയ്യണ്ട, നമുക്ക് ചേട്ടനും ചേച്ചി എത്തിക്കഴിയുമ്പോഴേക്കും വേറെ എങ്ങോട്ടെങ്കിലും പോവാം, വല്ല റെസ്റ്റോറൻറ്റിലോട്ടൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അരുണിനോട് ചിരിക്കാനൊക്കെ പറഞ്ഞ് ദേവു ഹാപ്പി ആക്കുന്നുണ്ട്. അതേ ടൈമിൽ സച്ചിയുടെ മുഖം കാണുമ്പോഴേക്കും രേവതിയും ചോദിക്കുന്നുണ്ട്, ഇതെന്താ സച്ചിയേട്ടാ, കയറിപ്പോയ സന്തോഷമൊന്നും മുഖത്തില്ലല്ലോ, സച്ചിയേട്ടൻ അവരെ കണ്ടില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അവരെ കണ്ടില്ല, പക്ഷേ ഞാൻ മറ്റവനെ കണ്ടു എന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കും, മറ്റവനോ, അതാര്, ആ പോലീസ് അരുണ്, അവൻ ഇവിടെ ഉണ്ടെന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, അയാൾ എവിടെ ഉണ്ടായിക്കോട്ടെ, അതിനെന്താ കുഴപ്പം, നമ്മൾ വന്നത് ദേവുവിനെ കാണാനില്ലേ, വാ നമുക്ക് ദേവു എവിടെ ഉണ്ടെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചിൻ രേവതിയും കൂടി ദേവുവിൻ്റെ അടുത്തോട്ട് പോവാണേ. അപ്പോൾ ഇങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് വരുമ്പോഴേക്കും ദേവുവിനെ കാണുവാണ്. അരുൺ ഒരു തൂണിൻ്റെ അടുത്ത് മറിഞ്ഞ് നിൽക്കുമായിരിക്കും, അതുകൊണ്ട് തന്നെ അരുണിനെ ഇവർ കാണുന്നില്ല. അപ്പോൾ ദേവുവിനെ കണ്ട സന്തോഷത്തിൽ രേവതി വിളിക്കുന്നുണ്ട്, ദേവു എന്ന് വിളിക്കുമ്പോഴേക്കും ദേവു ഭയങ്കര സന്തോഷത്തിന്, അരുണേട്ടാ അവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്തോട്ട് പോവാണേ. അപ്പോൾ രേവതി ചോദിക്കും, എവിടെയാണ് നിന്റെ ചെക്കൻ, നീ ഒറ്റക്കാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ഒറ്റക്കോ, ദേ ഇവിടെ ഉണ്ട്, അരുണേട്ടാ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ദേവു അരുണിനെ ഭയങ്കര സന്തോഷത്തിൽ അടുത്തോട്ട് വിളിക്കുവാണ്. അരുൺ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നതും അരുണിനെ കാണുന്നതും സച്ചിക്കും രേവതിക്കും ഭയങ്കര ഷോക്കാവാണ്. അരുണിനും ഇവരെ കാണുമ്പോൾ നല്ല ഷോക്കാവാണ് കേട്ടോ. കാരണം ഇവരാണ് ദേവുവിൻ്റെ ചേട്ടനും ചേച്ചിയെന്ന് അരുൺ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുതന്നെയാണ് സച്ചിയും പ്രതീക്ഷിക്കാത്തത്. ദേവു കെട്ടാൻ പോകുന്ന പയ്യൻ ഇയാളായിരിക്കുമെന്ന് സച്ചിയും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. സച്ചിയുടെ കയ്യിലിരുന്ന ഫ്രൂട്ട്സൊക്കെ അതേപടി താഴെ വീഴുവാണ് ദേഷ്യം കാരണം. എന്നിട്ടിങ്ങനെ ിങ്ങനെ അരുണിനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, അരുണേട്ടൻ എത്ര സന്തോഷത്തോടെയാണ് വന്നതെന്നറിയോ നിങ്ങളെ കാണാൻ വേണ്ടി, നിങ്ങളെ കാണണം എന്ന് എപ്പോഴും പറയും, ഇപ്പോഴാണ് അതിനുള്ള സാഹചര്യം കിട്ടിയത്. അരുണേട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ചേട്ടനും ചേച്ചിയും, ചേട്ടനുണ്ടല്ലോ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അരുണേട്ടന് നല്ല കമ്പനി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ദേവുവിന് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും അറിയില്ലല്ലോ. ദേവു നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. സച്ചി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അരുണിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ചേച്ചി നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ, വല്ല റെസ്റ്റോറൻറ്റിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അമ്പലത്തിലോട്ടോ പോവാം, ഇവിടെ ഈ അരുണേട്ടന് ഇഷ്ടമല്ലാത്ത ഒരാൾ വന്നിട്ടുണ്ട്, ഒരു റൗഡി, എപ്പോഴും അരുണേട്ടനായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്ന് ദേവു പറയുവാണേ. ദേവു ഉദ്ദേശിച്ച ആ റൗഡി സച്ചിയാണെന്ന് ദേവുവിന് അറിയില്ലല്ലോ. അപ്പോൾ സച്ചിക്ക് ഈ കാര്യം മനസ്സിലാവുന്നുണ്ട്. സച്ചി ഇങ്ങനെ കലിപ്പിൽ നോക്കിയിട്ട് അവിടെ നിന്നും പോവാണ്. പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, കാരണം ദേവു നല്ല ഹാപ്പിയിൽ നിൽക്കുമല്ലേ. സച്ചിയായിട്ട് ആ സന്തോഷം കളയണ്ടെന്നോർത്ത് സച്ചി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവാണ്. അപ്പോഴേക്കും ദേവു ചോദിക്കുന്നുണ്ട് രേവതിനോട്, എന്താ ചേച്ചി സച്ചിയേട്ടൻ ഒന്നും മിണ്ടാതെ പോകുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, നീ പറഞ്ഞില്ലേ ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു റൗഡി ഇവിടെ വന്നിട്ടുണ്ടെന്ന്, ആ റൗഡിയാണ് നിൻ്റെ സച്ചിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് രേവതിയും അവിടെ നിന്നും സച്ചിൻ്റെ പുറകിലോട്ട് പോവാണ്. സച്ചിയേട്ടാന്ന് വിളിച്ച് പുറകെ പോകുമ്പോൾ സച്ചി മൈൻഡ് ചെയ്യുന്നില്ല. ദേഷ്യത്തിൽ കാറിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും രേവതി അടുത്തോട്ട്
അമ്പലത്തിലോട്ട് ഓടിപ്പോയി നിൽക്കുന്നുണ്ടേ. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, അവക്ക് വേറെ ആരെയും കിട്ടിയില്ലേ, ഇവനെ മാത്രമേ കിട്ടിയുള്ളൂ, നാട്ടിൽ എന്തോരം പയ്യന്മാരുണ്ട്, എന്തോരം നല്ല ചെക്കന്മാരുണ്ട്, അതിലൊരാളെ ഇവക്ക് സ്നേഹിച്ചൂടെ, സ്നേഹിച്ചേക്കുന്ന ചെക്കനെ നോക്കിക്കേ, നമ്മുടെ കുടുംബത്തിൽ കയറി കളിക്കാൻ നോക്കുക അവൻ, ഈ ബന്ധം ശരിയാവൂല രേവതി, അവളോട് ഇപ്പം തന്നെ പറഞ്ഞേക്ക് ഇത് വേണ്ടാന്ന്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ നമുക്ക് സംസാരിച്ച് നോക്കാം, സച്ചേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, നമ്മൾ വന്നേ അല്ലേ ഉള്ളൂ, അവരോട് നമുക്ക് സംസാരിക്കാം എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, സംസാരിക്കാനൊന്നുമില്ല, ഈ ബന്ധം നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി കാറിൽ കയറി രേവതിയെ കൂട്ടാതെ ഒറ്റ പോക്ക് പോവുകയാണ്. രേവതിക്കാണെങ്കിലോ എന്ത് ചെയ്യണം എന്നറിയില്ല. അവിടെ അതേ സമയത്ത് അരുണും നമ്മുടെ ദേവും തമ്മിൽ ഭയങ്കര സങ്കടത്തിലുള്ള സംഭാഷണമൊക്കെ നടക്കുന്നുണ്ട്. അരുൺ പറയുന്നുണ്ട്, ഇവരാണ് നിന്റെ ചേട്ടനും ചേച്ചിയെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴേക്കും ദേവു ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ നിൽക്കുവാണേ. രേവതി ഓടി ദേവുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ദേവു മതി സംസാരിച്ചത്, വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ദേവുവിൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടും പോവാണ് രേവതി. ദേവു ഭയങ്കര വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് അമ്പലത്തിൽ നിന്നും ഇറങ്ങുവാണ്. സച്ചി നേരെ കാർ ഓടിച്ചു പോയത് വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ രേവതിയുടെ വീട്ടിലോട്ടാണ്. അവിടെ പോകുമ്പോഴേക്കും ലക്ഷ്മിയും ശരത്തും ഉണ്ടാവേ. സച്ചി അവിടെ ചെന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുവാണ്. അമ്മേ ഈ ബന്ധം നടക്കില്ല എന്ന് പറയുവാണ്. അപ്പോൾ ലക്ഷ്മിക്കാണെങ്കിൽ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, എന്താ മോനെ ഏത് ബന്ധം നടക്കില്ലെന്ന് നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി ഇത്തിരി തണുക്കുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ ദേവു അവക്കൊരാളെ ഇഷ്ടമാണെന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മിക്ക് അത് ഭയങ്കര ഷോക്കാവുകയാണ്. ദേവുവിനെ ഒരാളെ ഇഷ്ടമോ, എൻ്റെ ദൈവമേ അവൾ എന്നെ ചതിച്ചല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മേ പ്രണയിക്കുന്നത് തെറ്റല്ല, പക്ഷെ ആരെ പ്രണയിക്കുന്നു അതിലാണ് കാര്യം, അവൾ തിരഞ്ഞെടുത്ത ആൾ ശരിയല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ടേ, അവളുടെ പെരുമാറ്റത്തിലെ മാറ്റം കണ്ടപ്പോഴേ എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു മോനെ, പക്ഷേ അവൾ അങ്ങനെയൊന്നും ഞങ്ങളെ ചതിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അപ്പം തന്നെ കരയാൻ തുടങ്ങുവാണ്. അപ്പോൾ ശരത്ത് ചോദിക്കുന്നുണ്ട്, ദേവുവിന് ഒരാളെ ഇഷ്ടമാണെന്നുള്ള വിവരം സച്ചേട്ടൻ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണേ. ദേവു ആളെ പരിചയപ്പെടുത്താൻ വേണ്ടി അമ്പലത്തിലോട്ട് വിളിച്ചെന്നും ആളെ കണ്ടപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നും താനുമായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ആ പോലീസുകാരനെയാണ് ദേവു സ്നേഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശരത്തിനും ലക്ഷ്മിക്കും ഭയങ്കര ഷോക്കാവുകയാണേ. സച്ചി പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ് കണ്ടിരിക്കുന്നത്, ശരത്തിനെയും ദേവുവിനെയും അതുപോലെ തന്നെ എൻ്റെ സ്വന്തം അനിയനും അനിയത്തിയായിട്ടാണ് കണ്ടിരിക്കുന്നത്, ദേവുവിന് നല്ല പയ്യന്മാരെ ഞാൻ കൊണ്ടുത്തരും അമ്മേ, അവളെ നന്നായിട്ട് നോക്കുന്ന നല്ല ജോലിയുള്ള നല്ല സ്വഭാവമുള്ള തങ്കപ്പെട്ടൊരു ചെക്കനെ ഞാൻ കണ്ടെത്തി തരും എന്നൊക്കെ പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കറിയാം മോനെ അത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അമ്മേ അവളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം, ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല, നിങ്ങൾ എന്നെ സ്വന്തം മോനായിട്ടല്ലേ കണ്ടിരിക്കുന്നത്, അപ്പോൾ എൻ്റെ ഇഷ്ടവും നിങ്ങൾ വിവാഹത്തിൽ ദേവുവിൻ്റെ വിവാഹത്തിൽ നോക്കൂലേ എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, അതേ മോനെ സച്ചിക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ട് ഞാൻ ദേവുവിനെ കെട്ടിക്കോളൂ എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അങ്ങനെയാണ് വേണ്ടത്, അപ്പോൾ ഞാൻ കണ്ടെത്തി തരാം ദേവുവിനൊരു ചെക്കനെ, ഇവനെ കെട്ടിക്കഴിഞ്ഞാൽ അവളുടെ ജീവിതം പോക്കാണമ്മേ, അവൻ അവളെ ഇട്ട് കഷ്ടപ്പെടുത്തും, ഉള്ളിൽ ദേഷ്യം വെച്ചിട്ട് അതിൻ്റെ പക തീർക്കുന്ന ഒരുത്തന ഈ അരുണ്, എനിക്കവനെ നല്ലതുപോലെ അറിയാം, അഹങ്കാരം തലക്ക് പിടിച്ച് നിൽക്കുന്നവന്, ആരോട് പാവങ്ങളോടൊക്കെ അവൻ അവൻ്റെ അധികാരത്തിൻ്റെ ബലം ഇറക്കും, എനിക്കറിയാമേ, അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയും, സച്ചേട്ടാ ദേവു അങ്ങനെ തെറ്റായിട്ടൊരു ബന്ധത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇനി ചിലപ്പോൾ അയാൾ നല്ലവനാണെങ്കിലോ എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവാണേ. നീ എന്താണ് ശരത്തെ പറയുന്നത്, അവൻ നല്ലവനാണെന്നോ, ഒരാളെ കണ്ട അയാൾ എത്രക്കാരനാണെന്ന് ഈ സച്ചിക്ക് മനസ്സിലാവും, അവൻ നല്ലവനൊന്നുമല്ല, എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട്, അവൻ എത്രക്കാരനാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല അമ്മേ, പ്ലീസ് അമ്മേ എന്നൊക്കെ പറഞ്ഞ് സച്ചി അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, മോൻ ഇങ്ങനെയൊന്നും പറയല്ലേ, അവൾ വരുമ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, ഈ വിവാഹം വേണ്ട, മോനും കൂടി ഇഷ്ടപ്പെടുന്ന ഒരാളെ അവൾ കെട്ടത്തുള്ളൂ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ശരത്തെ നീയും കൂടി പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ദേഷ്യത്തിൽ പോവാണ്. സച്ചി പോയതിന് പുറകെ നമ്മുടെ രേവതി ദേവുവിനെയും കൂട്ടി വരുവാണ്. ദേവുവിനെ കാണുന്നത് ലക്ഷ്മി പിന്നെ ഒരുപാട് തല്ലുന്നൊക്കെയുണ്ട്, ഇടി പാപി നീ ഞങ്ങളെ ചതിച്ചല്ലോ, അച്ഛനില്ലാതെ എന്തോരം കഷ്ടപ്പെട്ടാണ് ഞാൻ നിങ്ങളെ വളർത്തിയത്, എന്നിട്ട് നീ വഴിതെറ്റി പോയല്ലോ, നിനക്ക് എങ്ങനെ തോന്നിയോടെ ഇങ്ങനെ ചതിക്കാൻ എന്നൊക്കെ പറഞ്ഞ് തല്ലുമ്പോഴേക്കും രേവതി അമ്മയെ മാറ്റി നിർത്തുന്നുണ്ട്. അമ്മ എന്താ ഇത്, അമ്മ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, സച്ചേട്ടൻ ഇവിടെ വന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞായിരുന്നു രേവതി ചേച്ചി എന്ന് പറയുവാണ്. അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അമ്മേ സച്ചേട്ടൻ്റെ കണ്ണിലായിരിക്കും അയാൾ മോശം, നമ്മുടെ ദേവുവിന് അയാളൊരു നല്ലവനാണെങ്കിൽ ചിലപ്പോൾ നല്ലവനാണെങ്കിലോ, സച്ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിച്ചിട്ട് അമ്മ ഒരു തീരുമാനം എടുക്കല്ലേ, ദേവുവിൻ്റെ ഇഷ്ടവും കൂടി നോക്കണം, ദേവു അല്ലേ കല്യാണം കഴിച്ച് അയാളോടൊപ്പം ജീവിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മ
സമ്മതിക്കുന്നില്ലേ, സച്ചി കണ്ടെത്തുന്ന ഒരാളെ മാത്രമേ ഈ ദേവു കല്യാണം കഴിക്കത്തുള്ളൂ, അതിലേ ഞാനും സമ്മതിക്കുള്ളൂ എന്ന് ലക്ഷ്മി ഒറ്റ വാശിയിൽ നിൽക്കുവാണ്. ദേവു അത് കേൾക്കുമ്പോഴേക്കും തകർന്നു പോവാണ്. അമ്മേ, അരുണേട്ടൻ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടൊന്നും ഇവരാരും കേൾക്കുന്നില്ല. പിന്നെ ദേവു അങ്ങോട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ ഒറ്റിരിപ്പാണേ. അപ്പോൾ രേവതി സമാധാനിപ്പിക്കുന്നുണ്ട്. മോളെ, നീ മനസ്സിങ്ങനെ കലങ്ങിയിരിക്കുന്ന ടൈമിൽ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. കടുത്ത തീരുമാനമൊന്നും എടുക്കരുത്. സച്ചേട്ടനെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചോളാം. സച്ചേട്ടനെ മനസ്സൊന്ന് ശാന്തമാവട്ടെ, എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം. മോളെ വിഷമിക്കരുത്, ഭക്ഷണമൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞ് രേവതി സമാധാനിപ്പിച്ചിട്ട് വീട്ടിൽ നിന്നും പോവാണ്. പക്ഷേ ദേവു എവിടെയുണ്ട്? ദേവുവിന് ഭയങ്കര ടെൻഷൻ കയറുവാണ്. ദേവു ഭക്ഷണം കഴിക്കുന്നില്ല, ആരോടും മിണ്ടുന്നില്ല, ഭയങ്കര ഡിപ്രഷനിലോട്ടൊക്കെ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വേറെ നടക്കുന്നുണ്ട്. അരുണും സച്ചിയും തമ്മിൽ വീണ്ടും വഴക്കൊക്കെ ആവുന്നുണ്ട്. അരുൺ നമ്മുടെ രേവതിയെ കണ്ട് സംസാരിക്കുന്നൊക്കെയുണ്ട്, എനിക്ക് ദേവുവിനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ രേവതി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും, പക്ഷെ സച്ചേട്ടൻ അത് മനസ്സിലാവുന്നില്ല, ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് അരുണിനെയും സമാധാനിപ്പിക്കുന്നുണ്ട്. ദേവു ഒരവസാനത്തെ ശ്രമം എന്ന നിലയിൽ സച്ചിനോട് പോയി സംസാരിക്കുന്നുണ്ട്. സച്ചിയേട്ടാ, എനിക്ക് അരുണിനെ ഭയങ്കര ഇഷ്ടമാണ്. സച്ചിയേട്ടൻ്റെ സമ്മതത്തോടെ മാത്രമേ ഞാൻ അരുണേട്ടനെ കല്യാണം കഴിക്കത്തുള്ളൂ. സച്ചിയേട്ടൻ ഈ ബന്ധത്തിന് സമ്മതിക്കണം എന്ന് പറയുമ്പോഴേക്കും സച്ചി ദേവു പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ലേ. നീ ഇവിടെ നിന്ന് പോ ദേവു, എനിക്കിതേപ്പറ്റി ഒന്നും കേൾക്കണ്ട. നിനക്കിതേ ഞാൻ ഒരുപാട് ആലോചനകൾ ഇപ്പോൾ തന്നെ എൻ്റെ മാട്രിമോണി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ബ്രോക്കർമാരോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രപ്പോസൽസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വൈകിട്ട് വീട്ടിൽ വന്ന് അവരുടെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. അരുണിൻ്റെ കാര്യം നീ മറന്നേക്കെന്നുള്ള ഒരൊറ്റ വാശിയിൽ നിൽക്കുവാണ് സച്ചി. ദേവു വീണ്ടും സംസാരിക്കാൻ വരുമ്പോഴേക്കും സച്ചി ട്രിപ്പിന് സമയമായി എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഒഴിഞ്ഞു മാറുവാണ്. ദേവുവിന് ഭയങ്കര സങ്കടമാവുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. ദേവുവിന് ഭക്ഷണമില്ല, ഉറക്കവുമില്ല, അതുപോലെ തന്നെ ആരോടും മിണ്ടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോവാണ്. അങ്ങനെ ഒരു ദിവസം ലക്ഷ്മി പൂക്കടയൊക്കെ പൂട്ടിയിട്ട് വീട്ടിൽ വരുമ്പോഴേക്കും നമ്മുടെ ദേവു അവിടെ ബോധമില്ലാതെ കിടക്കുന്നത് കാണുവാണ്. ദേവുവിനെ കാണുന്നതും നമ്മുടെ അങ്ങനത്തെ അവസ്ഥയിൽ കാണുമ്പോൾ ലക്ഷ്മിയുടെ നെഞ്ച് തകർന്നു പോവാണ്. അയ്യോ, എൻ്റെ മോളെ, നിനക്ക് എന്തു പറ്റി? ശരത്തേ, ശരത്തേ എന്നൊക്കെ വിളിച്ച് കൂവുന്നുണ്ട്. ശരത്ത് ഓടി വന്ന് നോക്കുമ്പോഴേക്കും ഈ അവസ്ഥ കാണുമ്പോൾ ശരത്തിനും സങ്കടമാവാണ്. വെള്ളം എടുത്ത് മുഖത്ത് തളിച്ച് നോക്കിയിട്ടൊന്നും ദേവു എഴുന്നേൽക്കുന്നില്ലേ. ദേവുവിൻ്റെ ബോധം മൊത്തം പോയിരിക്കുവാണ്. ദേവുവിനെയും പൊക്കി ശരത്തും അമ്മയും കൂടി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് നമ്മുടെ അരുണ് ഇവർ ഓട്ടോയിൽ പോകുന്നത് കാണുമ്പോഴേക്കും അരുണ് ഭയങ്കര ടെൻഷനാവാണ്. ഇവരുടെ പുറകിൽ അരുണും ബൈക്ക് എടുത്ത് പോവാണ് നേരെ ഹോസ്പിറ്റലിലോട്ട്. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ദേവുവിനെ നേരെ ICUയിലോട്ടൊക്കെ കയറ്റി ഒരുപാട് ചെക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ പെട്ടെന്ന് ഇങ്ങനെ ആവാനുള്ള കാരണം എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ BP കുറഞ്ഞതാണെന്ന് പ്രഷർ ചെക്ക് ചെയ്യുമ്പോഴേക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ലക്ഷ്മിക്ക് ഭയങ്കര ടെൻഷൻ കയറി നമ്മുടെ രേവതിയൊക്കെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ദേവു ഇങ്ങനെ ഹോസ്പിറ്റലാണ് മോളെ, എനിക്ക് കണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴേക്കും രേവതി സമാധാനിപ്പിക്കുന്നുണ്ട്. സച്ചിനോട് വിവരം പറഞ്ഞ് സച്ചിനെയും കൂട്ടി രേവതി നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. സച്ചിക്കും ഭയങ്കര ടെൻഷനാവുകയാണ്. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അവിടെ നമ്മുടെ ദേവു ഇങ്ങനെ അപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ലേ, ഇങ്ങനെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കിടക്കുവാണ്. അമ്മയും ശരത്തും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എടാ ഡോക്ടർ എന്താ പറഞ്ഞേ, എന്താ ദേവുവിന് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശരത്ത് പറയുന്നുണ്ട്, അത് പിന്നെ BP കുറഞ്ഞതാ സച്ചിയേട്ടാന്ന് പറയുവാണ്. BP കുറഞ്ഞതോ? ഈ പ്രായത്തിൽ എന്താ ഇവയ്ക്ക് ഇത്ര ടെൻഷൻ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശരത്ത് പറയുന്നുണ്ട്, അത് പിന്നെ സ്ട്രെസ്സ് കൂടിയാലും ഉണ്ടാവുമല്ലോ സച്ചിയേട്ടാ, സ്ട്രെസ്സ് കൂടി BP കുറഞ്ഞു, ആൾ ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലാണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അവളുടെ മനസ്സ് അത്രയ്ക്കും വേദനിച്ചിട്ടുണ്ടാവും, എല്ലാം ഉള്ളിൽ ഒതുക്കി നിൽക്കുമായിരുന്നില്ലേ, അതാ അവൾ ഇങ്ങനെ വീണു പോകാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും കരയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ അരുൺ ഡോറ് തുറന്ന് അകത്തോട്ട് കയറി വരുന്നത്. അരുണിനെ കാണുന്നതും സച്ചിക്ക് ഭയങ്കര ദേഷ്യമാവാണ്, അരുണിനും അതുപോലെ തന്നെ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മേ, ഇവനോടൊക്കെ ആരാ ഈ ഹോസ്പിറ്റലിലോട്ട് വരാൻ പറഞ്ഞത്, പിടിച്ച് പുറത്താക്കുമെന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, എന്നെ ആരും വിളിച്ച് വരുത്തിയതല്ല, ഇവർ ഹോസ്പിറ്റലിൽ വരുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ വന്നതാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയോ, നീ ആരാടാ ഇതിൽ ഇടപെടാനെന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ആ കിടക്കുന്നത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാന്ന് പറയുവാണ്. അപ്പോൾ സച്ചിക്ക് ഒന്നുകൂടെ ദേഷ്യം കയറുവാണ്. കെട്ടാൻ പോകുന്നത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ, ഇറങ്ങിപ്പോടാ, നീ കാരണമാണ് ദേവുവിന് ഈ അവസ്ഥ ഉണ്ടായതെന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഞാൻ കാരണമോ? അവൾ എന്നെ സ്നേഹിക്കുന്ന തെറ്റേ ചെയ്തിട്ടുള്ളൂ, അവൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, പക്ഷേ അവൾക്ക് ഈ പ്രശ്നം
വരാൻ കാരണം നിങ്ങൾ ഒരാളാ കാരണം എന്ന് പറയുവാണ്. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരും. എന്താടാ പറഞ്ഞത്? ഞാനാ കാരണമെന്നോ ദേവുവിൻ്റെ ഈ അവസ്ഥയ്ക്ക്? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് രേവതി, ഞാൻ ഇവൻ്റെ ദേഹത്ത് കൈവെക്കും, പിടിച്ച് പുറത്താക്കിക്കോ, ഈ ബന്ധത്തിന് എന്തായാലും ഞാൻ സമ്മതിക്കില്ല. അവൾ ഈ മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും എല്ലാം ഓക്കെ ആയിക്കോളും, ഇവനെ പിടിച്ച് പുറത്താക്കുമെന്ന് പറയുമ്പോഴേക്കും അരുണ് ദേഷ്യം വരുന്നുണ്ടേ. നിങ്ങൾ ആരെ പിടിച്ച് പുറത്താക്കാനാണ് പറയുന്നത്? അവളുടെ മനസ്സിൽ നിന്ന് ഞാൻ പോവത്തില്ല, അവൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നിങ്ങൾ അവളുടെ അവസ്ഥയ്ക്ക് കാരണം. നിങ്ങൾക്ക് നിങ്ങളുടെ വാശിയും ദേഷ്യമാണ് വലുത്. ദേവു ചത്താലും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. എന്നോടുള്ള പക തീർക്കണം, എന്നോടുള്ള പക കാരണം ഞങ്ങളുടെ വിവാഹം നിങ്ങൾ നടത്തിത്തരില്ല, നിങ്ങൾക്ക് അഹങ്കാരം പിടിച്ച തലയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അരുൺ ഭയങ്കര ബഹളം വെക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും സച്ചി അരുണിനെ തല്ലാൻ വേണ്ടി കൈ പൊക്കുന്നുണ്ട്. എല്ലാവരും കൂടി തടുത്തു മാറ്റുവാണ്. രേവതി സച്ചിനെ ചീത്ത പറയുന്നുണ്ട്. സച്ചിയേട്ടാ, ദേവു ഇങ്ങനൊരു അവസ്ഥയിൽ കിടക്കുമ്പോൾ തന്നെ വേണോ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി? നിങ്ങൾ എല്ലാവരും ഒന്ന് വെറുതെ ഇരിയെന്ന് പറഞ്ഞിട്ട് രേവതി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. സച്ചി ദേഷ്യത്തിൽ ഹോസ്പിറ്റലിൽ നിന്നും പോവാണ്. ഇവൻ ഇവിടെ നിന്ന് പോയിട്ട് ഞാൻ ഇനി ഹോസ്പിറ്റലിലോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് സച്ചി പോകുന്നത്. അരുണിനോടും ലക്ഷ്മി അപേക്ഷിക്കുന്നുണ്ട്, പ്ലീസ്, ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ദേ എൻ്റെ മോന ആ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയത്, അവൻ്റെ സമ്മതമില്ലാതെ ഈ വിവാഹം നടക്കില്ല. അവനും കൂടി ഇഷ്ടപ്പെടുന്ന ഒരാളെ മാത്രമേ എൻ്റെ മകളെ കല്യാണം കഴിക്കത്തുള്ളൂ. നിങ്ങൾ ഇവിടെ നിന്നും പോകണം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അരുണിനോട് അപേക്ഷിക്കുവാണ്. അപ്പോൾ അരുണും അവിടെ നിന്നും പോകുന്നുണ്ട്. ദേവുവിനാണെങ്കിൽ ബോധം വീണിട്ടില്ല. ബോധം വീഴാത്ത ഈ സമയത്താണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത്. ദേവുവിന് ബോധം ഉണ്ടായിരുന്നെങ്കിൽ ദേവുവിൻ്റെ BP ഒന്നുകൂടെ കുറഞ്ഞു പോയാനായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അധികം സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇനി ദേവുവിന് കൊടുക്കാൻ പാടില്ല, കാരണം അത് ഹാർട്ടിന് വരെ പ്രോബ്ലം ഉണ്ടാക്കും, കുട്ടി നല്ല ഡിപ്രഷൻ സ്റ്റേജിലാണെന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. സച്ചി എന്തായാലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നുള്ളൊരു ഒറ്റ വാശിയിൽ തന്നെ നിൽക്കുവാണ്. അരുണാണെങ്കിൽ എങ്ങനെയെങ്കിലും ദേവുവിനെ കെട്ടുള്ളൂ എന്നുള്ളൊരു വാശിയിൽ നിൽക്കുവാണ്. എന്താവും നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.